Hello my dear students, welcome to Learner's World. In this video, I talk about Module 2, Polyphony in Text, Part 2. What is polyphonic? Polyphonic means many-voiced. Polyphony എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിവിധ സ്വരങ്ങൾ എന്നുള്ളതാണ്. ചിനുവ അച്ചേബെ വാസ് റൈറ്റിംഗ് അബൌട്ട് ദ ഇഗ്ബോ സൊസൈറ്റി ഇൻ എ പീരീഡ് ഓഫ് ട്രാൻസിഷൻ. ഇഗ്ബോ ഇസ് എ നൈജീരിയൻ ട്രൈബ്. അപ്പോൾ ചിനുവ അച്ചേബെ അദ്ദേഹത്തിൻ്റെ നോവലായിട്ടുള്ള തിങ്സ് ഫാൾ അപ്പാർട്ടിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ ഇഗ്ബോ കമ്മ്യൂണിറ്റിയെ, ഇഗ്ബോ സൊസൈറ്റിയെ ആണ് അതിൽ എഴുതിയിട്ടുള്ളത് എന്നാണ്. സൊസൈറ്റിയെ പറ്റിയിട്ടാണ് ആ ഒരു നോവലിൽ എഴുതിയത്. ഇഗ്ബോ ഇസ് എ നൈജീരിയൻ ട്രൈബ്. ഒരു നൈജീരിയൻ ട്രൈബാണ് ഇഗ്ബോ എന്നുള്ള ആ ഒരു കമ്മ്യൂണിറ്റി. ദ നോവൽ തിങ്സ് ഫാൾ അപ്പാർട്ട് ഷോസ് ദ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് കോളനൈസേഴ്സ് ആൻഡ് ദ ഇഗ്ബോ പീപ്പിൾ. അപ്പോൾ ഈ ഒരു ചിനുവ അച്ചേബെയുടെ ഈ ഒരു തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ നോവൽ കാണിക്കുന്നത് ബ്രിട്ടീഷ് കോളനൈസേഴ്സും അതുപോലെ ഇഗ്ബോ കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണെന്നാണ് പറയുന്നത്. The novelist wants to show Igbo society as impartially as possible. അതായത് ഇഗ്ബോ സമൂഹത്തെ കഴിവതും നിഷ്പക്ഷമായി വിലയിരുത്താനാണ് ഇതിലൂടെ ചിനുവ അച്ചേബെ ശ്രമിക്കുന്നത്. So he allows the perspectives of the minor characters to come out in the story. അതുകൊണ്ട് തന്നെ നോവലിലെ ചെറിയ കഥാപാത്രങ്ങളുടെ സ്വരവും നമുക്കിതിൽ കേൾക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. This way the readers will have a balanced view of the Igbo culture and society. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ വായനക്കാർക്ക് ഇഗ്ബോ സമൂഹത്തെ പറ്റിയിട്ട് ഒരു ബാലൻസ്ഡായിട്ടുള്ള കാഴ്ചപ്പാട് ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. Novels are mostly polyphonic in character because of the number of characters and the magnitude of the story. അതായത് പല നോവലുകളും പെലിഫണിക്കാണ്. അതിന് കാരണം നോവലിലെ പല കഥാപാത്രങ്ങളും കഥയുടെ വലിപ്പവുമാണ് അതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്. ഹവെവർ ദ എപ്പിക്സ് പ്രസന്റ് എ ഹോമോജീനിയസ് വേൾഡ് വ്യൂ. പക്ഷേ ഇതിഹാസങ്ങൾ ഒരു കാഴ്ചപ്പാട് മാത്രമാണ് നൽകുന്നത് എന്നാണ് പറയുന്നത്. ദെൻ ദ ജാപ്പനീസ് ഫിലിം രാഷമോൻ ഡയറക്റ്റഡ് ബൈ അക്കിറ കുറോസാവ ടെൽസ് ദ സ്റ്റോറി ഓഫ് എ മർഡർ ഫ്രം ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഡിബങ്കിങ് ദ നോഷൻ ഓഫ് ട്രൂത്ത്. രാഷമോൻ എന്ന ജാപ്പനീസ് ഫിലിം ഒരു കൊലപാതകത്തിൻ്റെ കഥയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഡയറക്ടർ അക്കിറ കുറോസാവയാണ്. പലരുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് ഈ ഒരു കഥ പറയുന്നത്. The truth of one person man may not be the truth for another. That is why we say one man's meat is another man's poison and one man's religion is another man's madness. Truth is very elusive. അതായത് ഈ ഒരു മൂവി രാഷമൻ, അക്കിറ കുറോസാവയുടെ രാഷമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജാപ്പനീസ് ഫിലിമിൽ ഒരുപാട് ആളുകളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലൂടെയാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. അങ്ങനെ കാണുമ്പോൾ സത്യം എന്നത് പലർക്കും പലതാണെന്ന് മനസ്സിലാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരാളുടെ ഭക്ഷണം മറ്റൊരാൾക്ക് വിഷമാണെന്നും ഒരാളുടെ മതം മറ്റൊരാൾക്ക് ഭ്രാന്താണെന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. സത്യം എന്നത് പിടികിട്ടാത്ത ഒന്നാണ്. ട്രൂത്ത് ഈസ് വെരി എലൂസീവ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു മൂവിയിൽ ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരതാണ് സത്യം എന്നുള്ളത് നമുക്ക് പിടികിട്ടില്ല. സത്യം എന്നുള്ളത് പലർക്കും പലതാണെന്ന് നമ്മൾ മനസ്സിലാക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ക്ലാസ് റൂം ആക്ടിവിറ്റീസ്. As you watch the film Rashomon, how many points of view can find? Rashomon is the name of a historical gate in Kyoto, Japan, under the ruins of which the film is set. The gate is destroyed and can be no more seen. അപ്പോൾ ഇവിടെ പറയുന്നത്, അതായത് രാഷമോൻ എന്നുള്ള ആ ഒരു മൂവി, അക്കിറ കുറോസാവയുടെ മൂവി നിങ്ങളോട് വാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ മൂവി കണ്ടതിന് ശേഷം ഈ ഒരു മൂവിയിൽ എത്ര കാഴ്ചപ്പാടുകൾ, എത്ര പോയിൻ്റ് ഓഫ് വ്യൂകൾ ഉണ്ട് എന്നുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. രാഷമോന് ജാപ്പനീസിലെ
ക്യോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തിലുള്ള ഒരു ഗേറ്റാണ് റാഷുമോൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് സിനിമ നടക്കുന്നത്. ആ ഗേറ്റ് ഇപ്പോൾ നിലവിലില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എത്ര പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആ മൂവി വാച്ച് ചെയ്തിട്ട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ദർ ആർ 4 പോയിൻറ്റ്സ് ഓഫ് വ്യൂ. ഇതിൽ നമുക്ക് 4 തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ ഒരു സ്റ്റോറി 4 തരത്തിലുള്ള കാഴ്ചപ്പാടിലൂടെ, അതായത് പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത് എന്നാണ് ഈ ഒരു സ്റ്റോറി പറയുന്നതെന്നാണ് ഇതിൽ കാണിക്കുന്നത്. There are 4 points of view: the bandits, the wives, the samurais, told through a medium as he is dead, and the woodcutters. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ 4 കാഴ്ചപ്പാടുണ്ട് എന്നാണ് പറയുന്നത്. ബണ്ടിറ്റിൻ്റെ, അതുപോലെ വൈഫിൻ്റെ, സാമുറായി മരിച്ച കാരണം ഒരു മീഡിയത്തിൽ കൂടിയാണ് കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഒരു വുഡ് കട്ടറുടെ, ഒരു മരംവെട്ടുകാരുടെ, ഇങ്ങനെ 4 പേരുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. Then next, which point of view do you find more plausible, the woodcutters or the bandits? Do you think your prejudices have interfered with your judgment? അപ്പോൾ നിങ്ങൾ ഈ ഒരു മൂവി കണ്ടതിന് ശേഷം ആരുടെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് നിങ്ങൾക്ക് കൂടുതൽ യുക്തിയുള്ളതായിട്ട് തോന്നുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് വുഡ് കട്ടേഴ്സിൻ്റെ ആണോ, അതോ ആ കൊള്ളക്കാരൻ്റെയോ, അല്ലെങ്കിൽ ആരുടെയാണ് എന്നുള്ളത് നിങ്ങളുടെ പ്രജുഡൈസ്, നിങ്ങളുടെ മുൻവിധികൾ അഭിപ്രായത്തെ സ്വാധീനിച്ചതായിട്ട് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു 4 പേരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവർ പറയുന്ന ആ ഒരു സ്റ്റോറി നിങ്ങൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. The film opens on a woodcutter and a priest sitting beneath the Rashomon city gate to stay away from the rain. അപ്പോൾ ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് രാഷമോൻ സിറ്റി ഗേറ്റിൻ്റെ അടുത്ത് മഴയിൽ നിന്നും രക്ഷ പ്രാപിക്കാനായിരിക്കുന്ന ഒരു മരം വെട്ടുകാരനെയും അതുപോലെ നമുക്കൊരു പാതിരിയെയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ കാണുന്നത്. രാഷമോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റി ഗേറ്റാണ്. അതിൻ്റെ അടുത്ത് ഒരു വുഡ് കട്ടർ ഉണ്ട്, ഒരു പ്രീസ്റ്റ് ഉണ്ട്. അവർ മഴയിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായിട്ട് അവരവിടെ ഇരിക്കുന്നതായിട്ടാണ് ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എ കോമഡർ ജോയിൻസ് ദെം ആൻഡ് ദേ ടെൽ ഹിം ദാറ്റ് ദേ ഹാവ് വിറ്റ്നസ്ഡ് എ ഡിസ്റ്റർബിംഗ് സ്റ്റോറി. അപ്പോൾ ഒരു സാധാരണക്കാരൻ അവിടേക്ക് വരുന്നുണ്ട് ആ സമയത്ത്. അതായത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രാഷമൻ ഗേറ്റിൻ്റെ മുന്നിൽ ഒരു വുഡ് കട്ടറും അതുപോലെ ഒരു പ്രീസ്റ്റും ഇരിക്കുന്നുണ്ട്. അവർ മഴയിൽ നിന്ന് രക്ഷ പ്രാപിക്കാനാണ് ഇരിക്കുന്നത്. അവിടെയൊക്കെ ഒരു സാധാരണക്കാരന് കടന്നു വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. The woodcutter claims he found the body of a murdered samurai 3 days earlier while looking for wood in the forest. Upon discovering the body, he says he fled in panic to inform the police. അപ്പോൾ ആ ഒരു സാധാരണക്കാരൻ അവിടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അയാളോട് മരംവെട്ടുകാരനും ആ പ്രീസ്റ്റും ഒരു കാര്യം പറയുന്നുണ്ട്. അവരൊരു കൊലപാതകം, ഒരു മർഡർ നടക്കുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ വിവരണം അയാൾക്ക് നൽകുന്നുണ്ട്. 3 ദിവസങ്ങൾക്ക് മുമ്പ് മരം വെട്ടാനായി ആ ഒരു വുഡ് കട്ടർ കാട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഒരു സാമുറായി എന്ന് പറഞ്ഞാൽ ഒരു ജപ്പാനി യോദ്ധാവാണ്. അപ്പോൾ അയാളുടെ മൃതദേഹം കിടക്കുന്നത് അയാൾ കണ്ടു. അയാൾ പേടിച്ചു പോയി എന്നാണ് പറയുന്നത്. ഈ ഒരു വിവരം അയാൾ പോലീസിനോടൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾ പറയുന്നുണ്ട്. Then the priest says that he saw the samurai with his wife traveling the same day the murder happened. അപ്പോൾ ആ ഒരു പ്രീസ്റ്റ് പറയുന്നത്, പാതിരി പറഞ്ഞു ആ ദിവസം തന്നെ സാമുറായും ഭാര്യയും യാത്ര ചെയ്യുന്നതായിട്ട് അയാൾ കണ്ടു എന്ന്, പ്രീസ്റ്റ് കണ്ടു എന്ന് പറയുന്നുണ്ട്. Both men are then summoned to testify in court where they meet the captured bandit Tajomaru, who claims to have set the samurai free after meeting him in the forest. അപ്പോൾ 2 പേരെയും കോടതി വിളിപ്പിച്ചു. അവിടെ വെച്ച് അവർ
തെജോമാറു എന്നൊരു കൊള്ളക്കാരനെ കാണുന്നുണ്ട്. തെജോമാറു പറയുന്നുണ്ട് അയാൾ സാമുറായുമായിട്ട് ഏറ്റുമുട്ടിയെങ്കിലും അയാൾ സാമുറായിയെ സ്വതന്ത്രനായി വിട്ടു എന്നാണ് ഈ ഒരു തെജോമാറു പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ദെൻ ബാൻഡിറ്റ് സ്റ്റോറി. Tejumaru is a notorious outlaw. He claims that he tricked the samurai to step off the mountain trail with him and look at a cache of ancient swords he discovered. അപ്പോൾ ഇനി പറയുന്നത് ബൻഡിറ്റിൻ്റെ കഥയാണ്. അതായത് തെജുമാറു ഒരു പ്രസിദ്ധനായ ബൻഡിറ്റാണ്. അയാൾ പറയുന്നത് അയാൾ ഒരു സ്ഥലത്ത് കുറേ വിലപിടിപ്പുള്ള വാളുകളുടെ ഒരു ശേഖരം കണ്ടെന്നും അയാൾ സാമുറായിയെ അങ്ങോട്ട് കൊണ്ടുപോയെന്നുമാണ് അയാൾ പറയുന്നത്. In the grove, he tied the samurai to a tree, then brought the samurai's wife there. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? അവിടെ ഒരു തോട്ടത്തിൽ സാമുറായിയെ കെട്ടിയിട്ടിട്ട് അയാൾ സാമുറായിയുടെ ഭാര്യയെ അങ്ങോട്ട് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഷീ ഇനീഷ്യലി ട്രൈഡ് ടു ഡിഫെൻഡ് ഹെർസെൽഫ് വിത്ത് എ ഡാഗർ ബട്ട് ഇവൻച്വലി വാസ് സെഡ്യൂസ്ഡ് ബൈ ദ ബാൻഡിറ്റ്. അപ്പം അതായത് സാമുറായിയുടെ വൈഫ് ഒരു കടാരി ഉപയോഗിച്ച് ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ എന്ത് ചെയ്തു? അതായത് സാമുറായിയുടെ വൈഫിനെ ഇയാൾ എന്ത് ചെയ്തു? സെക്ഷുവലി റേപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. The woman, filled with shame, then begged him to duel death with her husband to save her from the guilt and shame of having two men know her dishonor. അപ്പോൾ അവൾക്ക് ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഭയങ്കര നാണവും അതുപോലെ പ്രയാസവുമായി എന്നാണ് പറയുന്നത്. അവൾ ബൻഡിറ്റിനോട് പറയുന്നുണ്ട് സാമുറായുമായിട്ട് ഒരു ഡ്യുവൽ നടത്താൻ പറയുന്നുണ്ട്. രണ്ടുപേരും അവളെ സെക്ഷുവലി ഉപയോഗിച്ചതിൻ്റെ നാണക്കേട് മാറ്റാനാണ് അവൾ അങ്ങനെ പറഞ്ഞത് എന്നാണ് പറയുന്നത്. തെജുമാറു ഹോണറബിളി സെറ്റ് ദ സാമുറായി ഫ്രീ ആൻഡ് ഡ്യുവൽ വിത്ത് ഹിം. ആ സമയത്ത് ഈ ഒരു സാമുറായും തെജുമാറും എന്ത് ചെയ്യുന്നുണ്ട്? വളരെ നന്നായി തന്നെ ഒരു ഡ്യുവൽ നടത്തുന്നുണ്ട്, അതായത് പടവെട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇൻ തെജുമാറു's recollection they fought skillfully and fiercely, but in the end of his story to the court he is asked about an expensive dagger owned by the samurai's wife. He says that in the confusion he forgot all about it and that it was foolish of him to leave behind such a valuable object. അപ്പം അങ്ങനെ അവർ സാമുറായും തെജോമാറും തമ്മിൽ നല്ല രീതിയിൽ ഒരു ഡ്യുവലൊക്കെ നടത്തി. പക്ഷേ അതിൽ വിൻ ചെയ്തത് ബൻഡിറ്റായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സാമുറായിയുടെ വൈഫ് അവിടെ നിന്നും ഓടിപ്പോകുന്നുണ്ട്. അവൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോടതി അവനോട് ചോദിച്ചു, അതായത് ഈ ഒരു ബൻഡിറ്റിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോടതി അവനോട് ചോദിച്ചു സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന കടാരിക്ക് എന്ത് പറ്റിയെന്ന് കോടതി ചോദിക്കുന്നുണ്ട്. ബൻഡിറ്റ് പറഞ്ഞു ആ കോലാഹലങ്ങൾക്കിടയിൽ അതേപ്പറ്റി അയാൾ ഓർത്തില്ലെന്ന് ബൻഡിറ്റ് മറുപടി നൽകി. അത്രയും നല്ല ഒരു സാധനം നഷ്ടപ്പെടുത്തിയതിൽ താനൊരു മണ്ടനാണെന്നും അയാൾ പറഞ്ഞു. ദെൻ ദ വുഡ് കട്ടേഴ്സ് സ്റ്റോറി. ഇനി മരംവെട്ടുകാരൻ്റെ കഥയാണ്. മരംവെട്ടുകാരൻ്റെ വിവരണമാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 4 പേരുടെ വിവരണം നമ്മൾ കണ്ടു. ദ ബാൻഡിറ്റ്സ്, ദ വൈഫ്സ്, ദ സാമുറൈസ് ആൻഡ് വുഡ് കട്ടേഴ്സ്. ഇനി പറയുന്നത് വുഡ് കട്ടേഴ്സിൻ്റെയാണ്. The woodcutter explains to the commoner that the stories by the others were false. He had witnessed the rape and murder, but he declined to testify at the trial because he didn't want to get involved. അപ്പോൾ മരവെട്ടുകാരൻ പറയുന്നത് അയാൾ ആ ഒരു സ്ത്രീയെ ലൈംഗികാതിക്രമവും അതുപോലെ കൊലപാതകവും നടത്തുന്നതൊക്കെ മരവെട്ടുകാരൻ നേരിൽ കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ കേസിൽ ഇടപെടാൻ അയാൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് കോടതിയിൽ അതൊക്കെ അയാൾ പറഞ്ഞില്ല എന്നാണ് പറയുന്നത്.
അതായത് അയാൾ പറയുന്നത് തെജോമാറു സാമുറായിയുടെ ഭാര്യയെ കല്യാണം കഴിക്കണമെന്നാവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. According to the woodcutter's story, Tejomaru begged the samurai's wife to marry him, but the woman instead freed her husband. The husband was initially unwilling to fight Tejomaru, saying he would not risk his life for a spoiled woman. But the woman then criticized both him and Tejomaru, saying they were not real men and that a real man would fight for a woman's love. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ തെജോമോറു സാമുറായിയുടെ ഭാര്യയെ കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൾ പക്ഷേ സാമുറായിയെ മോചിപ്പിച്ചു എന്നാണ് പറയുന്നത്. സാമുറായി തെജോമോറുമായിട്ടൊരു ഡ്യുവൽ നടത്താൻ ആദ്യം തയ്യാറല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊരാളുമായിട്ട് ഒരു ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടി തൻ്റെ ജീവൻ കളയാൻ അയാൾ തയ്യാറല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ രണ്ടു പേരെയും, അതായത് സാമുറായിയെയും തെജോമോറിനെയും ഒരു സ്ത്രീ വിമർശിക്കുന്നുണ്ട്. അവർ ശരിയായ പുരുഷന്മാരായിരുന്നെങ്കിൽ ഒരു സ്ത്രീയുടെ സ്നേഹത്തിന് വേണ്ടി അവർ പടവെട്ടുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് സ്ത്രീ വിമർശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. She spurred the men to fight one another, but then hid her face in fear once they raised swords. The men too were visibly fearful as they began fighting. അപ്പോൾ അവരെ ഒരു ഡ്യുവൽ നടത്താൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർ യുദ്ധത്തിനായി വാളുകൾ ഉയർത്തുമ്പോൾ അവൾ പേടിച്ച് കണ്ണുകൾ അടച്ചു എന്നാണ് പറയുന്നത്. They began a duel that was much more pitiful than Tejomoru's acorn had made it sound, and Tejomoru ultimately won through a stroke of luck. ആദ്യമൊക്കെ കൊള്ളക്കാരനും സാമുറായിക്കും നല്ല പേടിയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. തെജോമോറു ആണ് അതിൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭാഗ്യം അയാളെ തുണച്ചു എന്നാണ് പറയുന്നത്. After some hesitation, he killed the samurai who begged for his life on the ground, and the woman fled in horror. Tejomaru could not catch her but took the samurai's sword and left the scene limping. പിന്നീട് പറയുന്നത് ആ ഒരു തെജോമോറു എന്ത് ചെയ്തു, സാമുറായിയെ വധിച്ചു. ഒരു സ്ത്രീ അവിടുന്ന് പേടിച്ചിട്ട് അവിടുന്ന് ഓടിക്കളയുന്നുണ്ട്. തെജോമോറിനെ അവളെ പിടിക്കാൻ പറ്റിയില്ല. അയാൾ സാമുറായിയുടെ വാളും എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ വുഡ് കട്ടർ പറഞ്ഞിട്ടുള്ള സ്റ്റോറി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്, അതായത് ഏത് പോയിൻ്റ് ഓഫ് വ്യൂ ആണ് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് എന്നാണ് ക്വസ്റ്റ്യന്. കുറച്ചും കൂടെ ലോജിക്കായിട്ട് യുക്തിയുള്ളതായിട്ട് തോന്നുന്നത് ഏത് പോയിൻ്റ് ഓഫ് വ്യൂ ആണെന്നാണ്. മരം വെട്ടുകാരൻ്റെ ആണോ അതോ കൊള്ളക്കാരൻ്റെ ആണോ ബെൻഡേറ്റ്സിൻ്റെ ആണോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഐ തിങ്ക് ദ വുഡ് കട്ടർ സ്റ്റോറി ഈസ് മോർ പ്ലോസിബിൾ. ഐ ഡോണ്ട് തിങ്ക് മൈ പ്രജുഡൈസസ് ഹാവ് എൻറ്റേർഡ് മൈ ജഡ്ജ്മെൻറ്റ്. അതായത് എനിക്ക് തോന്നുന്നത് മരവെട്ടുകാരൻ്റെ വിവരണമാണ് കൂടുതൽ വിശ്വാസയോഗ്യം എന്നാണ്. Okay, I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like. Thank you.